നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി യുവാവ്. യുകെയിൽ നിന്നെത്തിയ യുവാവാണ് ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. അസഭ്യം പറഞ്ഞ് വധഭീഷണി മുഴക്കിയും ഏറെ നേരം ജോലി തടസ്സപ്പെടുത്തി. അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയായിരുന്നു യുവാവ്. യുകെയിൽ നിന്നെത്തിയ യുവാവാണ് ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. ഒപ്പം അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ജോലി ഏറെ നേരം ഈ യുവാവ് തടസ്സപ്പെടുത്തി. അർച്ചന ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അർച്ചന, ആര്യ, ഇന്ന് പുലർച്ചെ ഗൾഫിൽ നിന്നെത്തിയ വിമാനത്തിലെത്തിയ യുവാവാണ് ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ രീതിയിലൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഏറെ മണിക്കൂറുകളോളം ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുകയും വധഭീഷണി മുഴക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രാവിലെ പുലർച്ചയോടുകൂടിയാണ് ഇയാൾ യുകെയിൽ നിന്നെത്തിയത്. തുടർന്ന് കസ്റ്റംസ് ബാഗ് പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് ഇയാൾ കസ്റ്റംസിനോട് തട്ടിക്കയറുകയും തുടർന്ന് ഇവരെ അസഭ്യം പറയുകയും എല്ലാം ചെയ്തത്. ഇതെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ ലഗേജ് പിടിച്ചെടുക്കുകയും യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാഞ്ഞൂർ സ്വദേശിയായ ജെറിൻ ഡേവിസ് ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇയാൾ പുലർച്ചയോടുകൂടിയാണ് നെടുമ്പാശ്ശേരിയിലെത്തുകയും കസ്റ്റംസിൻ്റെ ജോലി അടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഏറെ മണിക്കൂറുകളോളം ഈ അവസ്ഥ, അതായത് ഇത്തരത്തിൽ കസ്റ്റംസിനെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം അവരോട് തട്ടിക്കയറുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ഈ ബാഗ് പരിശോധിക്കുന്നതിനെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം ലഗേജ് അടക്കം പരിശോധിക്കുകയും ചെയ്യുകയാണ്. ആര്യ, ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ ബാഗിൽ സംശയകരമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആര്യ, പുലർച്ചയോടുകൂടിയാണ് അയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ സംശയാസ്പദമായി ബാഗിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് ഇയാളെ വിടാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ആര്യ, ശരി. അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.